മധുവിധു. ഷറഫുദ്ദീനെ നായകനാക്കി വിഷ്ണു അരവിന്ദ് സംവിധാനം ചെയ്ത ചിത്രമാണ് മധുവിധു. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഫീൽ ഗുഡ് മൂഡിൽ ഒരുക്കിയ ചിത്രമാണ് ഇത്. എല്ലാ പെൺകുട്ടികളുടെ വീട്ടുകാരും വിവാഹാലോചനകൾ നിരസിക്കുന്ന പുരുഷന്മാർ മാത്രം താമസിക്കുന്ന ഒരു വീട്ടിലെ അംഗമായ അമൃതരാജ് എന്ന യുവാവിൻ്റെയും അയാളുടെ പ്രണയത്തിൻ്റെയും വിവാഹത്തിൻ്റെയും കഥയാണിത്. പല കാരണങ്ങളാൽ വിവാഹം നീണ്ടുപോകുന്ന നായകൻ ഒടുവിൽ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാവുകയും എന്നാൽ ആ ബന്ധത്തിന് തടസ്സമായി നിൽക്കുന്ന കുടുംബപരമായ ചില പ്രശ്നങ്ങളും അത് പരിഹരിക്കുവാനുള്ള നായകൻ്റെ ശ്രമങ്ങളുമാണ് സിനിമയുടെ കാതൽ. തൻ്റെ സ്വാഭാവികമായ തമാശകളിലൂടെയും റൊമാൻറ്റിക് ഭാവങ്ങളിലൂടെയും ഷറഫുദ്ദീൻ അമ്മു എന്ന കഥാപാത്രത്തെ മികച്ചതാക്കി എന്ന് തന്നെ പറയാം. പ്രശസ്ത നടി ബിന്ദു പണിക്കരുടെ മകൾ കല്യാണി പണിക്കരുടെ അരങ്ങേറ്റ ചിത്രമാണിത്. ആദ്യ സിനിമ എന്ന പതർച്ചയില്ലാതെ തന്നെ അവർ പക്വമായ പ്രകടനമാണ് കാഴ്ചവെച്ചതെന്ന് സിനിമ കണ്ടപ്പോൾ തോന്നി. ജഗദീഷ്, സായ്കുമാർ, അസീസ് നെടുമങ്ങാട് എന്നിവരുടെ സാന്നിധ്യം സിനിമയ്ക്ക് വലിയ കരുത്ത് നൽകിയിരുന്നു. പ്രത്യേകിച്ച് അസീസ് നെടുമങ്ങാടിൻ്റെ കോമഡി രംഗങ്ങൾ തിയേറ്ററുകളിൽ അത്യാവശ്യം ചിരിയുണർത്തി. ചിത്രത്തിൻ്റെ പോസിറ്റീവ് വശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുടുംബസമേതനം കണ്ടിരിക്കാവുന്ന ഒരു ക്ലീൻ എൻ്റർടൈനറാണ്. തമാശകൾ അടിച്ചേൽപ്പിക്കുന്നതായി തോന്നുന്നില്ല. സിനിമയുടെ പോരായ്മകളെപ്പറ്റി നോക്കുകയാണെങ്കിൽ ചിലയിടങ്ങളിൽ കഥാസന്ദർഭങ്ങൾ പഴയകാല നിരവധി സിനിമകളെ ഓർമ്മിപ്പിക്കുകയും ഒരു സിനിമാറ്റിക് രൂപം വിട്ട് സീരിയൽ ലെവലിലേക്ക് താഴ്ന്നു പോകുന്നതായും കണ്ടു. ഇൻ്റർവെല്ലിന് ശേഷമുള്ള പല രംഗങ്ങളും നാടകീയ രംഗങ്ങളായി മാറിയതായും തോന്നി. അതുപോലെ തന്നെ സ്ക്രിപ്റ്റിൽ പലയിടത്തും ഒരു ആഴക്കുറവും ഫീൽ ചെയ്തു. ക്ലീഷയായി തോന്നാവുന്ന ചില വൈകാരിക രംഗങ്ങളും ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. പുതിയ സംവിധായകനായ വിഷ്ണു അരവിന്ദ് വളരെ ലളിതമായ ശൈലിയാണ് ചിത്രം ഒരുക്കിയെടുത്തിരിക്കുന്നത്. ജയ് വിഷ്ണു, ബിപിൻ മോഹൻ എന്നിവർ ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. സിനിമയുടെ ആദ്യ പകുതി വളരെ രസകരമായി മുന്നോട്ട് പോയി എന്ന് തന്നെ പറയാം. കുടുംബത്തിലെ പുരുഷന്മാർക്കിടയിലെ കെമിസ്ട്രിയും നർമ്മ മുഹൂർത്തങ്ങളും പ്രേക്ഷകരെ ആകർഷിച്ചതായി കണ്ടു. ഇൻ്റർവെൽ ബ്ലോക്കിൽ കൊണ്ടുവരുന്ന ട്വിസ്റ്റ് കഥയെ ഗൗരവകരമായ ഒരു തലത്തിലേക്ക് മാറ്റുന്നു. എങ്കിലും രണ്ടാം പകുതിയിൽ ചിലയിടങ്ങളിൽ തിരക്കഥയ്ക്ക് ഇഴച്ചിൽ അനുഭവപ്പെടുന്നും ഉണ്ട്. ചില സംഘർഷങ്ങൾ അനാവശ്യമായി വലിച്ചു നീട്ടിയതുപോലെ തോന്നാമെങ്കിലും ഒരു ഫീൽ ഗുഡ് അന്തരീക്ഷം നിലനിർത്താൻ സംവിധായകന് കഴിഞ്ഞതായി തോന്നി. ഈ അവധിക്കാലത്ത് കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമിട്ടാണ് ഈ സിനിമ ഇറക്കിയെന്നാണ് തോന്നിയിരിക്കുന്നത്. മൊത്തത്തിൽ വലിയ അവകാശവാദങ്ങളൊന്നുമില്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തിയ മധുവിധു ഒരു ശരാശരി രേഖയിൽ നിൽക്കുന്ന കണ്ടിരിക്കാവുന്ന സിനിമയായി വിലയിരുത്താം. ഗൗരവകരമായ ഇതിവൃത്തങ്ങളെക്കാൾ ലളിതമായ വിനോദം ആഗ്രഹിക്കുന്നവർക്ക് ഈ സിനിമ തീർച്ചയായും ഇഷ്ടപ്പെട്ടേക്കാം. 100-ൽ ഒരു 69 അല്ലെങ്കിൽ 70 മാർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് ക്ലാസ് സിനിമ അല്ലെങ്കിൽ ഒരു ശരാശരി രേഖയിൽ നിൽക്കുന്ന സിനിമ എന്ന് വിലയിരുത്താം.